ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക നിമിഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ നിർദ്ദിഷ്ട ഇന്ത്യ സന്ദർശനം ഗംഗാ നദീജലം പങ്കിടൽ കരാറിനുമേൽ ചർച്ച നടക്കുന്ന വേളയിലാണെന്നതും തികച്ചും യാദൃശ്ചികമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ശുഭാപ്തി വിശ്വാസമാണ് ബംഗ്ലാദേശിലെ ഇന്ത്യൻ സ്ഥാനപതി ദിനേശ് ത്രിവേദി പ്രകടിപ്പിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഉറപ്പ്. പ്രയാസകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇന്ത്യ നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനും വിദേശകാര്യ സഹമന്ത്രി ഷാമ ഒബൈദ് ഇസ്ലാമും തമ്മിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടത്തിയ കൂടിക്കാഴ്ച ശുഭകരമായിരുന്നുവെന്നാണ് ത്രിവേദി പറയുന്നത്. നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ഇന്ത്യ സന്ദർശനം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ സംയുക്ത സംഘങ്ങൾ ആവശ്യരേഖകളുമായി ഇരിക്കുമെന്നും എല്ലാം ശുഭകരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ത്രിവേദി പറഞ്ഞതായി ധാക്ക ട്രിബ്യൂൺ ന്യൂസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസംബറിൽ കാലാവധി അവസാനിക്കുന്ന ഗംഗാ നദീജലം പങ്കിടൽ കരാർ പുതുക്കാനുള്ള ചർച്ചകൾ രണ്ട് രാജ്യങ്ങളിലെയും സംയുക്ത പ്രതിനിധി സംഘം തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംയുക്ത സംഘം ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഹൈക്കമ്മീഷണർ പറയുന്നുണ്ട്. പരിഹരിക്കാനാകാത്ത ഒരു വിഷയവുമില്ല. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും. വിദേശകാര്യമന്ത്രി റഹ്മാനും വിദേശകാര്യ സഹമന്ത്രി ഇസ്ലാമുമായുള്ള ത്രിവേദിയുടെ കൂടിക്കാഴ്ചകൾ ശുഭകരമായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ഒരു ദീർഘകാലത്തെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കൂടുതൽ പ്രവർത്തനക്ഷമമായി മാറിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. 2024 ഓഗസ്റ്റിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ അധികാര ഭ്രഷ്ടയാക്കിയ ശേഷം ഡൽഹിയിലെ അതോടൊപ്പം തന്നെ ധാക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അസ്ഥിരത ഉണ്ടായിരുന്നു. അതായത് ഒരു വിള്ളൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ അധികാരത്തിലേറിയ ബംഗ്ലാദേശിലെ പുത്തൻ സർക്കാരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളും ഇന്ത്യ കുടിയേറ്റ വിഷയങ്ങളും അതിർത്തി പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള ബംഗ്ലാദേശിന്റെ ആശങ്കകളുമായിരുന്നു ഉരസലുകൾക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. എന്നാൽ ഇക്കൊല്ലമുണ്ടായ നിരവധി മാറ്റങ്ങൾ ഇരുഭാഗത്തും ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സഹായമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ഇന്ത്യയിലേക്കുള്ള നിർദ്ദിഷ്ട സന്ദർശനമാണ് ഈ പ്രക്രിയയിൽ നിർണായക രാഷ്ട്രീയ നായികക്കല്ലായി മാറുന്നത്. സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇതിനകം തന്നെ ഇന്ത്യ റഹ്മാനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചയ്ക്ക് നേരിട്ട് അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇത്തരത്തിലൂടെ ഒരു ക്ഷണിക്കപ്പെടുന്നതിലൂടെ രണ്ട് രാജ്യങ്ങളും തമ്മിലേക്ക് ഒരു വ്യത്യാസം വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർശനം പ്രോട്ടോകോളിന് അപ്പുറമാണ്. ജലം പങ്കിടൽ, അതിർത്തി സംരക്ഷണം, സുരക്ഷാ സഹകരണം, വാണിജ്യം, ഗതാഗതം, ഊർജ്ജം, വിസ, അതോടൊപ്പം തന്നെ ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചർച്ച നടത്താനുള്ള ഒരു രാഷ്ട്രീയ ഇടം കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ആധിപത്യം പുലർത്തുന്നുണ്ട്. ഇത് പരിഹരിക്കാനും അവസരമുണ്ടാകും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് വിശാല ചട്ടക്കൂട്ട് നിർമ്മാണത്തിനും തുടക്കമിടാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതിൽ ഏറ്റവും പ്രധാനമാണ്. അതോടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കുന്ന, അതായത് കീരിയും പാമ്പും പോലെ ഇരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശും വീണ്ടും ഒന്നിക്കുന്നു എന്നതാണ് ഇതിലൂടെ ഒരു പ്രധാനമായി എത്തുന്നത്.